അതിനേക്കാൾ വളരെ ജൂനിയറായിട്ടുള്ള ആളിനെ കൊടുത്തല്ലോ. ഈ ജൂനിയറായിട്ടുള്ള ആളിനെ കിട്ടാൻ കാരണം ഒരു പുസ്തകത്തിൻ്റെ കാലാവധി 5 വർഷമുണ്ട്. ഈ വർഷം തിരഞ്ഞെടുക്കുന്ന പുസ്തകത്തിന് ഈ ഡിസംബർ മുതൽ അങ്ങോട്ടുള്ള 5 വർഷ കാലാവധിയുണ്ട്. ആ കാലാവധിക്കകത്ത് 1-ാം പതിപ്പ് പ്രസിദ്ധീകരിച്ചതായിരിക്കും. നേരത്തെ ഏതെങ്കിലും പുസ്തക രൂപത്തിലോ മാസികയിലോ ഒക്കെ വന്നിട്ട് പുസ്തകമായി പ്രസിദ്ധീകരിച്ചതാണെങ്കിൽ അത് ഇതിനകത്ത് എടുക്കത്തുമില്ല. അപ്പോൾ ഈ പ്രമുഖരായിട്ടുള്ള കവികളായാലും സാഹിത്യകാരന്മാരും ആനുകാലികമായ അവസ്ഥകളിലൊന്നുമില്ല, പുസ്തകമായിട്ട് ഇറക്കുന്നില്ല. ഇറക്കുന്നതെല്ലാം ഈ 5 വർഷത്തിനകത്ത് ഇറക്കുന്നതെല്ലാം പുതിയ ചെറുപ്പക്കാരാണ്. സ്വാഭാവികമായും അവരുടെ പുസ്തകമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇത് നിബന്ധന വളരെ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്ന നിബന്ധന. മറ്റൊരു കാര്യം ഞാൻ ഇതിൻ്റെ മറ്റുമ ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ, ഈ നാട്ടിലെ വയലാറിൻ്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കണം, കഴിഞ്ഞ 49 വർഷമായി ട്രസ്റ്റ് ഇത്രയും കൃത്യതയോടെ ഒരു പിശകും ഉണ്ടാകാതെ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റൊന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ വന്ന എല്ലാ സാംസ്കാരിക വകുപ്പ് മന്ത്രിമാരും നമ്മളോട് പിണങ്ങിയിട്ടേ വയലാർ പ്രശ്നങ്ങൾ ഭയങ്കര പ്രശ്നമായി. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വയലാർ അവാർഡ് കൊടുക്കണം. സ്വാഭാവികമായിട്ട് സാംസ്കാരിക മന്ത്രി ആയിരിക്കുമല്ലോ മറ്റ് അവാർഡുകളെല്ലാം കൊടുക്കും. അതുപോലെ അവർക്കും ആഗ്രഹമുണ്ട് വയലാർ അവാർഡ് അവരെ കൈകൊണ്ടെടുത്ത് കൊടുക്കണം. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ബൈബിളിൽ കൃത്യമായി എഴുതിയിരിക്കുന്ന വയലാർ അവാർഡ് കൊടുക്കേണ്ടവർ എന്ന് പറഞ്ഞ് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, മുഖ്യമന്ത്രി ഇവരാരും ഇല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ്, ഇത്രയും പേർക്ക് വയലാർ അവാർഡ് കൊടുക്കാൻ പാടും. വയലാർ അവാർഡ് എടുത്ത് അവാർഡിന് അർഹമായ ആളിന് എടുത്തു കൊടുക്കാൻ പാടും. അപ്പം ഇത്രയും മഹത്തരമായ ഒരു സാഹിത്യ അവാർഡ് നമ്മുടെ വയലാറിൻ്റെ പേരിൽ നൽകുന്നു എന്ന് പറയുന്നത് എന്തിനാണ്? തുടങ്ങി വെച്ചപ്പോൾ അവരെന്താണ് ആഗ്രഹിച്ചത്? മലയാള സാഹിത്യ രംഗത്ത് വയലാർ രാമവർമ്മ ഒരിക്കലും മരിക്കാൻ പാടില്ല. വയലാറിൻ്റെ തൻ്റെ കവിതയിൽ പറഞ്ഞതുപോലെ എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞതുപോലെ വയലാർ സാഹിത്യത്തിലും ലോക മലയാളികളുടെ മനസ്സിലും വയലാർ ഒരിക്കലും മരിക്കരുത്.